വെൽക്കം ടു മൈൻഡ്കാർ നഴ്സിംഗ്. ഞാൻ ആതിര. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെറോട്ടോണിൻ സിൻഡ്രം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ വാട്ട് ഈസ് സെറോട്ടോണിൻ സിൻഡ്രം? ബിഫോർ ഗോയിങ് ടു നോ സെറോട്ടോണിൻ സിൻഡ്രം വി ഹാവ് ടു നോ വാട്ട് ഈസ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ ഈസ് എ ന്യൂറോ കെമിക്കൽ ഓർ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പം ഈ സെറോട്ടോണിൻ ആണ് നമ്മളുടെ മൂഡ് റെഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബയോ കെമിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഡെഫിഷ്യൻസി, സെറോട്ടോണിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഡിപ്രസീവ് ഡിസോർഡറിന് കാരണമാകുന്നത്. അപ്പം ഈ ഡിപ്രഷൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഹൈ ഡോസസിൽ പോകുമ്പോഴാണ്, അതായത് നമ്മളുടെ ശരീരത്തിൽ സെറോട്ടോണിൻ്റെ അളവ് കൂടുമ്പോഴാണ് സെറോട്ടോണിൻ സിൻഡ്രം ഉണ്ടാകുന്നത്. ആൻറ്റി ഡിപ്രസൻ്റ് ആയിട്ടുള്ള SSRI, അതായത് സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ SNRI, സെലക്റ്റീവ് സെറോട്ടോണിൻ നോർഎപ്പിനെഫ്രിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ് ഒന്നിച്ചെടുക്കുന്ന സാഹചര്യത്തിലും, അല്ലെങ്കിൽ ഹൈ ഡോസിലുള്ള ആൻറ്റി ഡിപ്രസൻറ്റ്, സെറോട്ടോണിൻ ആൻറ്റി ഡിപ്രസൻറ്റ് ഒന്നിച്ചെടുക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മോണോ അമൈൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ് അതോടൊപ്പം ഒരു സെറോട്ടോണിൻ ഡ്രഗ്സും കൂടെ ഒന്നിച്ചെടുക്കുന്ന സാഹചര്യത്തിലോ, ഒരു സെറോട്ടോണിൻ ഡ്രഗിൻ്റെ കൂടെ ഒരു ഒപ്പിയോയിഡ് അനാൾജിക്സ് കൂടെ ഒന്നിച്ചെടുക്കുന്ന സാഹചര്യത്തിലാണ് സെറോട്ടോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിലാണ് ഈ സെറോട്ടോണിൻ സിൻഡ്രം ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലായിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഒന്ന് മൈൽഡ് സിംറ്റംസ് ആൻഡ് സിവിയർ സിംറ്റംസ്. അപ്പം മൈൽഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ നോസിയ, വോമിറ്റിംഗ്, ഡയറി ആൻഡ് ട്രെമേഴ്സ്. When we are going to severe symptoms, that is confusion, muscle twitching, muscle spasm, disorientation, delirium, high blood pressure, high temperature, seizure, abnormal heartbeat, which can be fatal. Of course, it's a life-threatening condition. If you are not taking prompt care, it's going to fatal. So, when we are suspecting there is a serotonin syndrome, we have to discontinue the drug immediately and close supervise at least 6 hours, provide observation, and also provide benzodiazepine because the patient feels some irritations, restlessness, tremors like movement. So we are providing benzodiazepine along with other supportive and symptomatic therapy. This is the management of the serotonin syndrome. ഓക്കെ, ഇപ്പോൾ സെറോട്ടോണിൻ സിൻഡ്രം എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഡോസസിലുള്ള രണ്ടോ അതിലധികമോ ആൻറ്റി ഡിപ്രസൻറ്റ്, സ്പെഷ്യലി സെറോട്ടോണിക് ഡ്രഗ്സ് എടുക്കുമ്പോൾ ശരീരത്തിൽ സെറോട്ടോണിൻ്റെ അളവ് വളരെ ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിലാണ് സെറോട്ടോണിൻ സിൻഡ്രം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയുമാണ് സെറോട്ടോണിൻ സിൻഡ്രം എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.